ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു പാൻറ്റിലേക്ക് എങ്ങനെയാണ് പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് എടുക്കുന്നതെന്നുള്ളതാണ്. പോക്കറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഫുൾ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ ഈ പാൻറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഫുൾ വീഡിയോ ഇതിൻ്റെ മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അറിയാൻ വയ്യാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ. ഇതൊരു നാരോ പാൻറ്റാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. പോക്കറ്റ് മാത്രമേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഏതൊരാൾക്കും സ്വന്തമായിട്ട് പോക്കറ്റ് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിവിടെ എല്ലാ അളവുകളും പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മൾ ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ട് പോർഷൻ്റെ റൈറ്റ് സൈഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ഇലാസ്റ്റിക്കിനായിട്ട് നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന പോയിൻ്റാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ആ 2 ഇഞ്ചിൽ നിന്ന് നമ്മളൊരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അതാണ് പോക്കറ്റിൻ്റെ ഓപ്പൺ ഭാഗമേ. അപ്പം ദാ ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് ഇതുപോലെ അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ ബോക്സ് പോലെ ആക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഇതൊന്ന് ബോക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഏത് അളവിലുള്ള പാൻ്റ് ആണെങ്കിലും ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇലാസ്റ്റിക്കിൽ നിന്ന് 2 ഇഞ്ച് ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് നമ്മളുടെ പോക്കറ്റിൻ്റെ ഓപ്പൺ ആയിട്ടാണ് ഈ 5.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനെ നമ്മൾ ബോക്സ് ആക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വെച്ച്. ഇനി നമ്മൾ പോക്കറ്റിനായിട്ട് വെച്ച് കൊടുക്കുന്ന ഒരു പീസ് ക്ലോത്ത്, അതായത് 2ആയിട്ട് ഫോൾഡ് ചെയ്ത ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ ഇലാസ്റ്റിക്കിനായിട്ട് നമ്മൾ വരച്ചു കൊടുത്ത പോയിന്റ് ഇല്ലേ, അവിടെ നിന്നാണ് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കേണ്ടത്. അത് കറക്റ്റായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, 2ആയിട്ട് ഫോൾഡ് ചെയ്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ 5.5 ഇഞ്ച് ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തത് ഈ നമ്മൾ പോക്കറ്റിനായിട്ട് എടുത്ത പീസയിലും ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ 7 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുക്കുന്നത്. അതായത് പോക്കറ്റിൻ്റെ വിഡ്ത്ത് 7 ഇഞ്ചാണ്. അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പോക്കറ്റിൻ്റെ ലെങ്ത് ആണ് എടുക്കുന്നത്. ഒരു 14 ഇഞ്ച് ലെങ്ത് ആണ് നമുക്ക് പോക്കറ്റിനായിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ പോക്കറ്റിൻ്റെ പീസ് മാത്രം എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മളുടെ പാൻറ്റിൻ്റെ ക്ലോത്തിലൊന്നും കട്ട് വീഴാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പോക്കറ്റിനായിട്ട് വെച്ചിരിക്കുന്ന പീസ് മാത്രമാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ആ ഇലാസ്റ്റിക്കിനോട് വരച്ച് കൊടുത്തിരിക്കുന്ന ആ വരയിലാണ് ഇതുപോലെ നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ച് കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ടേ നമ്മൾ അളവ് എടുക്കുമ്പം തൊട്ടേ എടുക്കാവുള്ളേ. ഇതുപോലെ നമ്മൾ നീറ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് ഇതുപോലെ ഈ കോർണർ മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ കോർണറിൽ നിന്ന് ഒരു സ്ലാൻ ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പോക്കറ്റിനൊരു ഷേപ്പ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ നമ്മൾ കുറച്ച് ഇങ്ങനെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടേക്കുന്നതിൻ്റെ ഇവിടെ നിന്ന് ഒരല്പം ഇങ്ങോട്ട് മാറ്റി ഇവിടെ നമ്മളൊരു കർവ് ഷേപ്പും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് പോക്കറ്റിനൊരു ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വരച്ച് കൊടുത്ത വഴിയെ കട്ട് ചെയ്യുകയാണ്. ഇവിടെയും നമ്മൾ പോക്കറ്റിനായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്ന ആ പീസെ മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. നമ്മളുടെ പാൻറ്റിൻ്റെ പീസിൽ കട്ട് വീഴാൻ പാടില്ല. അതിനുശേഷം ഇത് കണ്ടോ, ഇതിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുകയും കൂടെയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളിങ്ങനെ ആക്കുന്നു. ഇനി നമ്മൾ കണ്ടോ, കറക്റ്റായിട്ട് ആ മാർക്ക് ചെയ്തെടുത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾക്ക് പാൻറ്റിൻ്റെ പോക്കറ്റ് പീസും ഇതുപോലെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം കൂടെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാവേ. ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് കണ്ടോ, നമ്മൾ ഇതിൻ്റെ റൈറ്റ് സൈഡും റോങ് സൈഡും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. നമ്മളിത് റോങ് സൈഡ്, ഇത് റൈറ്റ് സൈഡുകളെ, അതുപോലെ തന്നെ ഇവിടെ റോങ് സൈഡ്, അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മളുടെ പ്ലെയിനായിട്ടുള്ള ക്ലോത്തിലൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ച് കൊടുത്താൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആകുമേ. ഇനി നമ്മൾ ഇത് കണ്ടോ, റൈറ്റ് സൈഡുകളെ തമ്മിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നല്ല വശം നമ്മളിപ്പോൾ എടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിൻ്റെ റൈറ്റ് ഹാൻഡ് വരുന്നിടത്താണ്
നമ്മൾ ഈ നമ്മളുടെ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. ഇതേ സെയിം മെത്തേഡിൽ ലെഫ്റ്റ് ഹാൻഡ് വരുന്നിടത്തും നമുക്ക് വെച്ച് കൊടുക്കാവേ. നമ്മളിപ്പോൾ റൈറ്റ് ഹാൻഡ് വരുന്നിടത്താണ് വെച്ച് കൊടുക്കുന്നത്. അത് നല്ല വശത്തിലേക്ക് ഈ പോക്കറ്റിൻ്റെ പീസിനെ ഇങ്ങനെ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിരിക്കണം. നമ്മൾ ആ മാർക്ക് ചെയ്തിടമെല്ലാം നമ്മൾ ഇതുപോലെ 1/2 ഇഞ്ചാണ് ഇങ്ങനെ ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ബോക്സാണ് വരയ്ക്കുന്നത്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ്. അതായത് നമ്മൾ കൈ നമ്മളുടെ അകത്തേക്ക് ഇടാനുള്ള, പോക്കറ്റിനകത്തേക്ക് ഇടാനുള്ള അത് 5.5 ഇഞ്ചിൻ്റെ ഡിസ്റ്റൻസാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇലാസ്റ്റിക്കിൻ്റെ അവിടെ നിന്ന് 2 ഇഞ്ച് താത്താണ് നമ്മൾ ആ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ റൈറ്റ് സൈഡിലാണ്, റൈറ്റ് സൈഡിൻ്റെ റൈറ്റ് പോക്കറ്റിലാണ് നമ്മളിപ്പം വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് ലെഫ്റ്റ് ഹാൻഡിൻ്റെ സൈഡിൽ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പം മാർക്ക് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിടുന്ന വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി ഇതുപോലെ നമ്മൾ എങ്ങനെയാണോ വെച്ച് കൊടുത്തത് അതുപോലെ തന്നെ ആ റൈറ്റ് സൈഡിലേക്ക് നമ്മളുടെ പോക്കറ്റ് വയ്ക്കുന്നു. ഇലാസ്റ്റിക്കിൻ്റെ ആ പോയിന്റിലാണ് അത് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത ആ ബോക്സ് ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇവിടെയെല്ലാം നമ്മൾ 2 ടൈംസ് അങ്ങ് സ്റ്റിച്ച് ചെയ്തോണേ. ഇതുപോലെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഈ കോർണറിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ ഈ ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിലാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുന്നു. എന്നിട്ട് അകത്തേക്ക് നമ്മളിങ്ങനെ നീറ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ സൈഡുകളെല്ലാം നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് നിവർത്തി കൊടുത്ത് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, റോങ് സൈഡിലേക്ക് നമ്മളുടെ ഈ പോക്കറ്റിൻ്റെ പീസിനെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുകയാണ്. റൈറ്റ് സൈഡ് ഈ കോർണറൊക്കെ നല്ല നീറ്റാക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താലും നല്ലതാണ്. ആദ്യമേ നമ്മൾ കൈകൊണ്ടാണ് നല്ല നീറ്റാക്കി ഇതുപോലെ പെർഫെക്റ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇത് കണ്ടോ, റോങ് സൈഡിലേക്ക് നമ്മൾ തിരിച്ചിടുന്നു. ഇനി നമ്മൾ പോക്കറ്റിൻ്റെ അടുത്ത പീസ് എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇതിനെ തിരിച്ച് ഇതിൻ്റെ പോക്കറ്റിൻ്റെ അടിയിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അടുത്ത പീസിനെ. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡ് വഴി നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ സ്റ്റിച്ചും 2 ടൈംസ് ചെയ്തോണേ. അപ്പം നമ്മളിങ്ങനെ ചെയ്ത് എടുക്കുന്നതിന് കാര്യം, അതായത് നമ്മൾ ഡയറക്റ്റ് അല്ല ആ പോക്കറ്റിൻ്റെ പീസ് സ്റ്റിച്ച് ചെയ്യുന്നത്. നേരെ നമ്മൾ അടുത്ത പീസിനെ എടുത്ത് അതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ ഈ സീം അലവൻസ് എല്ലാം പോക്കറ്റിൻ്റെയും ഉള്ളിൽ പോകും. അതിനുവേണ്ടിയാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ നമ്മളിങ്ങനെ തിരിച്ചിടുന്നു. ഇനി നമ്മൾ ഈ പോക്കറ്റിൻ്റെ ഒന്ന് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പോക്കറ്റിനെ നമ്മൾ ഇത് കണ്ടോ, ഇതുപോലെ നീറ്റായിട്ട് എടുക്കുകയാണ്. കോർണറൊക്കെ നമ്മൾ ഒന്ന് ഷാർപ്പാക്കി കൊടുത്ത് നല്ല നീറ്റാക്കി ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് കണ്ടോ, നമ്മളുടെ പോക്കറ്റിൻ്റെ സീം അലവൻസ് എല്ലാം പോക്കറ്റിൻ്റെയും ഉള്ളിൽ പോയ പോലെയാണ് നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ സൈഡുകൾ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ നീറ്റാക്കി എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം കണ്ടോ, നമ്മളുടെ ഈ പോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഇത് കണ്ടോ, ഈ സൈഡുകളെല്ലാം നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ഈ നമ്മളുടെ പാൻറ്റിൻ്റെ ഈ സൈഡ് വഴി പോക്കറ്റിൽ സ്റ്റിച്ച് വീഴാത്ത രീതിയിൽ, ഈ ഓപ്പണിൽ സ്റ്റിച്ച് വീഴാത്ത രീതിയിൽ ഇതിൻ്റെ സൈഡ് വഴി ഈ സൈഡിനെയും കൂടെ നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം പെർഫെക്റ്റ് ആയിട്ട് ഈ പോക്കറ്റ് ഇവിടെ അറ്റാച്ചായി കിട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ കൈ കൊണ്ടൊന്ന് നീറ്റാക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് അയൺ ചെയ്തുകൂടെ കൊടുക്കുക.
അപ്പം നല്ല നീറ്റായിട്ട് കിട്ടുവേ. ഇത് കണ്ടോ, നിവർത്തി കഴിയുമ്പോൾ നമ്മൾക്ക് കണ്ടോ, ഇത് കണ്ടോ, സീം എലമെൻറ്റ്സ് ഒന്നും നമുക്ക് പുറത്ത് കാണാൻ വയ്യാത്ത രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ലഭിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, പോക്കറ്റ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ, ഇത് ഒരു പാൻറ്റ് കട്ട് ചെയ്ത്, നാരോ പാൻറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഫുൾ വീഡിയോ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവേ. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും പോക്കറ്റ് റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഇതേ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഏത് തരം പാൻറ്റിന് വേണമെങ്കിലും ഇതുപോലെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സപ്പോർട്ട് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്കൊരു ഫേസ്ബുക്കും ഉണ്ട്, ഒരു ഇൻസ്റ്റയും ഉണ്ട്, ത്രെഡ് ആൻഡ് ടച്ച് തന്നെയാണ്. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. Thank you for watching.